നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കപ്പ് തൃശൂരിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ടീം അംഗങ്ങൾക്ക് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സ്വീകരണം. ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും വിജയദിനം ആഘോഷിക്കും. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഗതാഗത നിയന്ത്രണം. മഹാകുംഭമേള തിരുവില്ലാമലയിൽ സംഘടിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിൽ ജനുവരി 13 നടക്കുന്ന മഹാകുംഭമേളയുടെ മുന്നോടിയായി ജനുവരി 11, 12 തീയതികളിൽ തിരുവില്ലാമല ഭാരതപ്പുഴയിൽ നടക്കുന്ന കുംഭമേളയിൽ ആയിരങ്ങൾ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും സർക്കാർ തഴയുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ്. പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കായിക മത്സരം പറളി സ്കൂളിൽ ജനുവരി 11. വാർത്തകൾ വിശദമായി. സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ടീം അംഗങ്ങൾക്ക് ജില്ലയുടെ വിവിധ മേഖലകളിൽ സ്വീകരണം നൽകി. റവന്യൂ മന്ത്രി കെ രാജൻ, ചാലക്കുടി MLA TJ സനീഷ് കുമാർ എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. സ്വീകരിക്കുന്നു. അതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം അരുളുന്നു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അതുപോലെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ജില്ലയ്ക്കും സമ്മാനിക്കുന്നു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയാണ് തൃശ്ശൂരിലെത്തിച്ചത്. കൊരട്ടിയിലെ സ്വീകരണത്തിനു ശേഷം പുതുക്കാട്, ഒല്ലൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. തുടർന്ന് 11:30 തൃശൂർ മോഡൽ ഗേൾസ് സ്കൂൾ അങ്കണത്തിൽ ടീമിനെ ഘോഷയാത്രയായി വരവേറ്റ് തൃശൂർ ടൗണിലേക്ക് ആനയിച്ചു. ടൗൺ ഹാളിൽ സ്വീകരണ സമ്മേളനം നടന്നു. സ്വീകരണ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. കലോത്സവ വിജയത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും വ്യാഴാഴ്ച വിജയദിനമായി ആചരിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 ആരംഭിക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി തിരുവില്ലാമലയിൽ കുംഭമേള സംഘടിപ്പിക്കും. ജനുവരി 11, 12 തീയതികളിലായി തിരുവില്ലാമല പാമ്പാടി ഭാരതപ്പുഴയിലാണ് കുംഭമേള നടക്കുകയെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി സ്ഥാപിച്ച ആദ്യ ശങ്കര അദ്വൈത അഖണ്ഡയുടെയും മറ്റു ധർമ്മ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലാണ് പരശുരാമ ക്ഷേത്രത്തിലെ 3ാമത്തെ കുംഭമേള നടക്കുന്നത്. കേരളത്തിലെ ആദ്യ 2 കുംഭമേളകൾ കാലടിയിൽ, പെരിയാറിലാണ് നടന്നതെങ്കിലും ഭാരതപ്പുഴയിലെ ഭാരതഖണ്ഡത്തിൽ ഇതം പ്രഥമമാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 108 സന്യാസി വര്യന്മാർ പങ്കെടുക്കും. പരിസ്ഥിതി സെമിനാർ, നാരായണീയം പാരായണം, സന്യാസി സംഗമം, നീള ആരതി എന്നിവയാണ് കുംഭമേളയുടെ ഭാഗമായി നടത്തുന്ന പ്രധാന പരിപാടികൾ. പാമ്പാടി നെഹ്റു കോളേജിലെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിലും ഭാരതപ്പുഴ കടവിലുമാണ് പരിപാടികൾ നടക്കുന്നത്. ഭാരതപ്പുഴ സംരക്ഷണത്തിനു കൂടി പ്രാധാന്യം നൽകിയാണ് കേരള കുംഭമേള സംഘടിപ്പിക്കുന്നത്. പുഴ സംരക്ഷണത്തിനായി പ്രത്യേക പ്രൊജക്ട് സെമിനാറിന്റെ ഭാഗമായി അവതരിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, മറ്റു പ്രഗത്ഭ വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജനുവരി 11 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആചാര്യവരണം, 5 മണിക്ക് നിളയിൽ മഹാനദി സങ്കല്പ പൂജ എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ഉച്ചതിരിഞ്ഞ് 2:30 നാരായണീയ പാരായണം, പ്രഭാഷണം, തുടർന്ന് 4:30 മുതൽ വൈകിട്ട് 6 മണി വരെ സന്യാസി പൂജ, നീളനദി ആരതി എന്നിവയോടെ കുംഭമേളയ്ക്ക് സമാപനം കുറിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സാഹചര്യങ്ങളിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ മറ്റുള്ള അഴിമതിയുടെയും ഒക്കെ ഒരുപാട് വാർത്തകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ മനുഷ്യന് ജീവിക്കുവാൻ വേണ്ട ശ്വാസം ലഭിക്കേണ്ട പ്രകൃതിയെ സംരക്ഷിക്കുന്നില്ല എന്ന ആ ഒരു വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും ഏറ്റവും അത്യന്താപേക്ഷിതമായ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് സന്യാസി സമൂഹം കാണുന്നത്. ഇത്തവണ 2025 ഇവിടെ ജനുവരി മാസത്തിൽ തന്നെ പ്രയാഗ്രാജിൽ ആരംഭിക്കുന്ന മഹാകുംഭമേളയോടനുബന്ധിച്ച് തന്നെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ വലിയ കുംഭമേളയോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ ആ കുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി മാസം 11, 12 തീയതികളിൽ നമ്മൾ പാമ്പാടി ഭാരതപ്പുഴ കടവിൽ വെച്ച്, പാലം കടവിൽ വെച്ചിട്ട് ലഘുപുഷ്കർ എന്ന ലഘു കുംഭമേള സംഘടിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 6 ലക്ഷത്തോളം കുട്ടികളും 1 ലക്ഷത്തോളം അധ്യാപകരുമുള്ള പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തഴയുന്നതായി പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. ജനുവരി 11 പറളി സ്കൂളിൽ നടക്കുന്ന കായികമേളയോടനുബന്ധിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ പരിപാടികളും എല്ലാ ജില്ലകളിലും ഇല്ല എങ്കിലും ചില പരിപാടികൾ കോമൺ ആയിട്ട് ഇപ്പോൾ സ്പോർട്സും ആർട്സ് ഫെസ്റ്റ് ഇതൊക്കെ നടത്താറുണ്ട്. പക്ഷെ അതിനൊരു സംസ്ഥാന തലത്തിലൊരു ഏകീകൃത രൂപം ഇപ്പോഴും ആയിട്ടില്ല. അതിനെ ഫണ്ടിന്റെയും അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മറ്റു ജില്ലക്കാർ അതിനൊരു മുൻകൈ എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പാലക്കാട് ജില്ലയിൽ സ്ഥിരമായിട്ട് ഇപ്പൊ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് സർക്കാർ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഇതും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളാണ്, ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നവരും കേരളത്തിൽ തന്നെ BEd TTC ഒക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകരാണ്, അവരും ഇവിടുത്തെ ജീവനക്കാരാണ്. പക്ഷെ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏജൻസികളോ അല്ലെങ്കിൽ ആരും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ട അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നു. ഇപ്പൊ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, അത് ഞങ്ങളുടെ മേഖലയൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. ഞങ്ങൾ 3-4 വർഷമായി അർലൈ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സരം. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന സ്വകാര്യ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ കായിക അഭിരുചി വളർത്തുന്നതിനായിട്ടാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉൾക്കൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിരന്തരം പരിശീലനം നൽകുന്നുണ്ട്. AKPSAയുടെ കായിക മത്സരങ്ങൾ ജനുവരി 11 പറളി സ്കൂളിൽ നടക്കും. ജില്ലയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കിഡ്സ്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൺ-പെൺ വിഭാഗങ്ങളിലായാണ് മത്സരം. മികച്ച വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകുമെന്നും ജയപ്രകാശ് പറഞ്ഞു. പ്രസിഡന്റ് AV കൃഷ്ണൻകുട്ടി, രക്ഷാധികാരി M ബാലൻ, A അബ്ദുൽ ഖാദർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ അയ്യങ്കാളി സ്മാരക പട്ടികജാതി പരിശീലന കേന്ദ്രം വിർച്വൽ PETC എന്ന സ്ഥാപനമായി ഉയർത്തണമെന്ന ആവശ്യത്തിന് ഇതുവരെ പരിഹാരം കാണാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ഷൊർണൂർ സാധുജന പരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഹരിമോഹനൻ P, K പരമേശ്വരൻ, കോമളം PK കുളപ്പുള്ളി എന്നിവർ പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭ അയ്യങ്കാളി സ്മാരക പട്ടികജാതി പരിശീലന കേന്ദ്രം പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻ്ററാക്കി ഉയർത്തി സർക്കാർ അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് 19/8/2024 ഷൊർണൂർ നഗരസഭ ജനറൽ സൂപ്രണ്ടിന് നൽകിയ ഉദ്യോഗാർത്ഥികൾ ഒപ്പിട്ട് നൽകിയ നിവേദനത്തിന് ഇതുവരെയായിട്ടും മറുപടി ലഭിച്ചില്ല. നിവേദനം സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിക്ക് കൈമാറാനും വേണ്ടിയായിരുന്നു സെക്രട്ടറിക്ക് കൈമാറിയിരുന്നത്. ഷൊർണൂർ സ്ഥാപിച്ചിട്ടുള്ള അയ്യങ്കാളി സ്മാരക പട്ടികജാതി പരിശീലന കേന്ദ്രം സർക്കാർ അംഗീകരിച്ച് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻ്ററായി ഉയർത്തുക സമീപ പഞ്ചായത്തുകളെയും നഗരസഭകളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് കൂടി പ്രയോജനം. ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് പട്ടിണി കൊണ്ട് പ്രതിദിനം മരിക്കുന്ന ആളുകളുടെ എണ്ണം 1000ആണ്. 1000 പേർ 24 മണിക്കൂർ വിശപ്പ് കൊണ്ട് മരിക്കുന്നു. അത് ഒരു കൊല്ലമാകുമ്പോൾ 24 ലക്ഷം ആളുകളാണ് ഒരു വർഷം കഴിഞ്ഞാൽ മരിക്കുന്നത്. നമ്മുടെ ഇരിക്കുന്ന സദസ്സിലെ പ്രിയപ്പെട്ട അമ്മമാരെല്ലാവരും ഇത് കഥ കേൾക്കുന്ന പോലെ കേട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിൽ വിശപ്പിനെ കുറിച്ച് ഒരു മരണം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശപ്പിനെ കുറിച്ച് ഒരു മരണം ഉണ്ടായിട്ട് ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകൾ പോയി കട വാങ്ങിച്ച് അരി വാങ്ങിച്ച് ഇനി രാത്രിക്കുള്ള ഭക്ഷണം വയ്ക്കണം എന്നുള്ളൊരു ടെൻഷനും ഇല്ലാത്തവരാണ്. ഞാൻ കുറ്റപ്പെടുത്താറില്ല. നമുക്കതിൻ്റെ ഗൗരവം പിടികിട്ടിയില്ല. സഹകരണ ബാങ്ക് പ്രസിഡന്റ് KM മുഹമ്മദ് ഷരീഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺമാരായ KV ഉമൈവ, കരിഷ്മ, K വത്സൻ, CDS ചെയർപേഴ്സൺ IG മിനി, ബാങ്ക് സെക്രട്ടറി MV കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ, മുൻ ജീവനക്കാർ തുടങ്ങിയവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മകരച്ചൊവ്വ മഹോത്സവത്തിന് ഒരുങ്ങി മുള്ളൂർക്കര ശ്രീകുറുമ്പക്കാവ്. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും
പൂജകൾ, ചുറ്റുവിളക്ക്, നിറമാല, ഭജന, ദേവീദർശനത്താൽ, ഉഴിഞ്ഞെടുക്കൽ, പ്രസാദ വിതരണം, പറ സമർപ്പിക്കൽ എന്നിവ നടക്കും. കൊടിയേറ്റ കർമ്മങ്ങൾക്ക് ക്ഷേത്രം പൂജാരി ദേവിയമ്മ നേതൃത്വം നൽകി. ദേശത്തിലെ മുതിർന്ന അംഗം ആശാരി സുകുമാരൻ കൊടി ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. തുടർന്ന് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി കളരിക്കൽ സേതു പണിക്കർ തന്റെ കൈവശമുള്ള അപൂർവമായ താളിയോലയിൽ രചിച്ച് തയ്യാറാക്കിയ ശ്രീദേവി മഹാത്മ്യം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. തുടർന്ന് അതിഗംഭീരമായ മേളവും നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ഇരുനിലംകോട് രാഘവൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ ഭജനയും മകരച്ചൊവ്വ ദിവസമായ 14-ാം തീയതി കലാമണ്ഡലം വിനയനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, ഗജവീരന്റെ എഴുന്നള്ളിപ്പോടുകൂടി മുള്ളൂർക്കര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നിരവധി കുട്ടികളുടെയും സ്ത്രീകളുടെയും അകമ്പടിയോടെ താലമേന്തി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ വിശുദ്ധ കന്യകാമറിയത്തിന്റെ ഓർമ്മ പെരുന്നാളും ആദ്യ ഫലശേഖരവും ദേവാലയം സ്ഥാപിതമായതിന്റെ 80-ാം വാർഷിക ജൂബിലിയും ജനുവരി 12 മുതൽ 19 വരെ ആഘോഷിക്കും. ജനുവരി 18-ന് കൊടിയേറ്റത്തോടുകൂടി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ചടങ്ങുകൾക്ക് ഗീവർഗീസ് മാർ പക്കോമിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഷൊർണൂർ RMSലെ സബ് റെക്കോർഡ് ഓഫീസർ TR സന്തോഷ് കുമാറിന് യാത്രയയപ്പ് നൽകി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഓഫീസർമാർ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണ്ണക്കപ്പ് തൃശൂരിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ടീം അംഗങ്ങൾക്ക് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സ്വീകരണം. ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും വിജയദിനം ആഘോഷിക്കും. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഗതാഗത നിയന്ത്രണം. മഹാകുംഭമേള തിരുവില്ലാമലയിൽ സംഘടിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിൽ ജനുവരി 13-ന് നടക്കുന്ന മഹാകുംഭമേളയുടെ മുന്നോടിയായി ജനുവരി 11, 12 തീയതികളിൽ തിരുവില്ലാമല ഭാരതപ്പുഴയിൽ നടക്കുന്ന കുംഭമേളയിൽ ആയിരങ്ങൾ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും സർക്കാർ തഴയുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ്. പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കായിക മത്സരം പറളി സ്കൂളിൽ ജനുവരി 11-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.